കാഞ്ഞിരപ്പള്ളിയിലെ പ്രശസ്തമായ പാലക്കൽ തറവാട് ആ പ്രദേശത്തെ ഏറ്റവും പഴക്കമുള്ളതും സ്വാധീനമുള്ളതുമായ അച്ചായൻ കുടുംബങ്ങളിലൊന്നായിരുന്നു പാലക്കൽ കുടുംബം. തറവാട്ടിന്റെ കാരണവർ മാത്യു പാലക്കൽ, ഭാര്യ മറിയമ്മ മാത്യു. അവർക്ക് 3 മക്കൾ. കുടുംബത്തിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു ഡെറിക്. ആരുടെ ഉയരം ഫുട്ബോളും ജീപ്പും സുഹൃത്തുക്കളുമായിരുന്നു അവന്റെ ലോകം. അഴകിന്റെ കാഴ്ചകൾ കാണാം കാണാം കാണാം. എപ്പോഴും തമാശ പറയും, എല്ലാവരെയും കളിയാക്കുന്ന സ്വഭാവം. അതേസമയം മൂത്ത കൊച്ചുമകൻ ജെറിൻ മാത്യു ആണെങ്കിലോ ഭയങ്കര സീരിയസും ബിസിനസ് നോക്കുന്ന ആളും. വീട്ടുകാരുടെ അഭിമാനം. ഡെറിക്കും ജെറിനും തമ്മിൽ നല്ല സ്നേഹമുണ്ടെങ്കിലും ദിവസം 10 പ്രാവശ്യമെങ്കിലും വഴക്കിടും. ഡെറിക് രാവിലെ 8 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. അതിന് നീ വരണം. ഞാൻ മരിച്ചാലും വരില്ല. നിന്നെ ഞാൻ കൊന്നാലോ? അപ്പോ വരാം. ലണ്ടനിൽ നിന്ന് നമ്മുടെ നായിക ജെയിൻ വർഗീസ് കുരിശിങ്ങൽ കേരളത്തിലെത്തി. അവളുടെ അച്ഛൻ വർഗീസ് കുരിശിങ്ങൽ, അമ്മ സാറ വർഗീസ്. വർഷങ്ങളായി ലണ്ടനിൽ സെറ്റ് ചെയ്ത കുടുംബം. ജെയിൻ ചെറുപ്പം മുതൽ ലണ്ടനിലായിരുന്നു. ഇപ്പോൾ അമ്മൂമ്മയായ സാറാമ്മ കുരിശിങ്ങലിനെ കാണാനാണ് കേരളത്തിലേക്ക് വന്നത്. കുരിശിങ്ങൽ വീടും പാലക്കൽ തറവാടും തൊട്ടടുത്തായിരുന്നു. ജെയിൻ വീട്ടിലെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു വലിയ ജീപ്പ് റോഡിലൂടെ അകത്തേക്ക് കയറി. അതിൽ നിന്ന് ഇറങ്ങിയതോ നമ്മുടെ ഡെറിക് ചായൻ. റോസാമ്മച്ചി, ആ വീട്ടിലെ ആളാരാ? അത് പാലക്കൽ ഡെറിക്. ഓ, അപ്പൊ അതാണ് പാലക്കൽ ഡെറിക്. ജെയിൻ വീണ്ടും അവനെ നോക്കി. രാവിലെ ഡെറിക് തന്റെ ജീപ്പിൽ പുറത്തേക്ക് പോവുകയായിരുന്നു. അതേസമയം ജെയിൻ റോഡ് ക്രോസ് ചെയ്യാൻ നോക്കുകയായിരുന്നു. പെട്ടെന്ന് അവളുടെ കയ്യിലെ ഫയലുകൾ താഴെ വീണു. കാറ്റിൽ പേപ്പറുകൾ പറന്നു. അയ്യോ! ജെയിൻ ഓടാൻ തുടങ്ങി. അപ്പോഴേക്കും ഒരാൾ ഓടി വന്ന് പേപ്പറുകൾ എടുത്തു. ആരാ? വേറാരുമല്ല, നമ്മുടെ ഡെറിക് ചായൻ. ഇത്രയും പേപ്പർ പിടിച്ച് കാഞ്ഞിരപ്പള്ളി കീഴടക്കാൻ പോകുമായിരുന്നോ? വെരി ഫണ്ണി. നന്ദി പറയണ്ടേ? താങ്ക് യു. വെൽക്കം ലണ്ടൻ കൊച്ചമ്മ. ഞാൻ കൊച്ചമ്മയൊന്നുമല്ല. അതൊക്കെ കണ്ടിട്ട് പറയാം. അവൻ ചിരിച്ചുകൊണ്ട് നടന്നു. പക്ഷേ ജെയിൻ അവിടെ തന്നെ നിന്നു. അവളുടെ കണ്ണുകൾ അവനെ പിന്തുടർന്നു. എന്തായി അച്ഛൻ ഇത്ര കോൺഫിഡൻസ്? എന്തായാലും കാണാൻ കൊള്ളാം. അന്നേ വൈകുന്നേരം പാലക്കൽ തറവാട്ടിൽ ഒരു കുടുംബം ഇരുന്നു. ജെയിൻ തന്റെ റോസാമ്മച്ചിയോടൊപ്പം അവിടേക്ക് ക്ഷണിക്കപ്പെട്ടു. അവിടെ വെച്ചാണ് അവൾ പാലക്കൽ കുടുംബത്തെ ആദ്യമായി കാണുന്നത്. പാലക്കൽ തറവാട് മുഴുവൻ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയായിരുന്നു. ബന്ധുക്കളും നാട്ടുകാരും ഓരോരുത്തരായി എത്തിക്കൊണ്ടിരുന്നു. റോസമ്മയുടെ കൂടെ ജെയിനും അകത്തേക്ക് കയറി. അയ്യോ റോസാമ്മേ, എത്ര നാളായി കണ്ടിട്ട്. അല്ല, ഇതാണോ നമ്മുടെ ലണ്ടൻ കൊച്ച്?
അതെ, എന്റെ കൊച്ചുമകളാ. ആഹാ, പച്ചായത്തി കൊച്ചെ, നീങ്ങ വാ, ചോദിക്കട്ടെ. മറിയാമ്മ അവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. ഡെറിക് അകലെ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ലണ്ടൻ കൊച്ചിനെ നോക്കി നിൽക്കുവാണല്ലേ? പോടാ. ആ, നമുക്ക് കണ്ടാൽ അറിയാം. നിന്റെ മുഖം കണ്ടാൽ വേറെ പലതും അറിയാം. കുറച്ചു കഴിഞ്ഞ് ഭക്ഷണം വിളമ്പാൻ തുടങ്ങി. ജെയിൻ ഒരു ജ്യൂസ് എടുത്ത് നടക്കുകയായിരുന്നു. അതേസമയം ഡെറിക് പിന്നെ നിന്ന് വന്ന് ജോവിനെ തള്ളാൻ നോക്കി. പക്ഷെ ജോവിൻ മാറി. ജ്യൂസ് നേരെ ജെയിനിന്റെ ഡ്രസ്സിലേക്ക് വീണു. ഓ മൈ ഗോഡ്. അയ്യോ, സോറി. സോറി? അതെ, അബദ്ധം പറ്റിയതാ. ഇതാണ് നിങ്ങളുടെ മാനേഴ്സ്? ഓ, അത്ര വലിയ സംഭവം ഒന്നും അല്ലല്ലോ. എനിക്ക് വലിയ സംഭവമാണ്. എന്നാ പിന്നെ ഞാൻ എന്തു ചെയ്യണം? നത്തിങ്. എന്നാ പിന്നെ ഇങ്ങനെ കിടന്ന് ചൂടാവുന്നേ? ടിപ്പിക്കൽ അറഗൻ അച്ചായൻ. അതെ, പിന്നെ നിങ്ങൾ ലണ്ടനിൽ നിന്ന് വന്നതുകൊണ്ട് ആകാശത്ത് നിന്നൊന്നും പൊട്ടിക്കണതല്ലോ. എക്സ്ക്യൂസ് മീ. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾക്ക് ഭയങ്കര അഹങ്കാരമാണ്. അതെനിക്ക് തിരിച്ചും പറയാമല്ലോ. അയ്യോ, ഇവിടെ ഒരു യുദ്ധം തുടങ്ങുവാണല്ലോ. ഡെറിക്ക്, മിണ്ടാതിരി. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതാ പ്രശ്നം. നീ വായ തുറക്കുമ്പോഴാണ് പ്രശ്നം. എല്ലാവരും ചിരിച്ചു. പക്ഷെ ജെയിൻ ചിരിച്ചില്ല. അവൾക്ക് നല്ല ദേഷ്യം വന്നിരുന്നു. ആ രാത്രി കുരിശിങ്ങൽ വീട്ടിൽ. റോസാമച്ചി, എന്തായി? ആ ഡെറിക് ഒരു സംഭവം തന്നെയാ. എന്തു പറ്റി? ഭയങ്കര ചാട. അവനോ? അതെ. കൊച്ചെ, അവന്റെ പുറം കണ്ടിട്ട് നീ വിധിക്കണ്ട. എനിക്ക് കണ്ടത് മതി. അതേസമയം പാലക്കൽ തറവാട്ടിൽ. ഡെറിക്ക്, എന്താ ജെയിനെ നീ എന്തിനാ ചുരുങ്ങിയത്? ഞാനോ? പിന്നെ ഞാനോ? ആ, അവൾക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡാണെടാ. നിനക്കില്ലേ? ഡെറിക് കുറച്ചു നേരം മിണ്ടാതിരുന്നു. കാണാൻ കൊള്ളാം. ആഹാ, ഇതാണ് കാര്യം. എന്ത് കാര്യം? അച്ചായം വീണു. ഡെറിക് കുഷൻ എടുത്തെറിഞ്ഞു. ഓടാവട്ടി. പക്ഷേ അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നിട്ടും ഡെറിക്കിന്റെ മനസ്സിൽ വന്നത് ജെയിനിന്റെ മുഖം മാത്രം. അതേസമയം ജെയിൻ തന്റെ ഫോണിൽ അറിയാതെ പാലക്കൽ കുടുംബത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കുകയായിരുന്നു. അവിടെ ഡെറിക്കിന്റെ ഫോട്ടോ കണ്ടപ്പോൾ അവൾ അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു. താന്ത്രപ്പള്ളിയിലെ പള്ളിയിൽ കുർബാന കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്കിറങ്ങുകയായിരുന്നു. റോസമ്മച്ചിയുടെ കൂടെ ജെയിനും ഉണ്ടായിരുന്നു. കേരളത്തിൽ വന്ന ശേഷം ആദ്യമായാണ് അവൾ അവിടെ പള്ളിയിൽ വരുന്നത്. അപ്പോൾ പള്ളിമുറ്റത്ത് ഒരു ചെറിയ കുട്ടി ഓടി വരുന്നതിനിടെ കാൽ തട്ടി വീഴാൻ പോയി. കുട്ടിയെ പിടിക്കാൻ ഡെറിക് മുന്നോട്ട് ചാടി. കുട്ടി രക്ഷപ്പെട്ടു. പക്ഷേ ഡെറിക് നേരെ ജെയിനിന്റെ മേൽ ഇടിച്ചു. ജെയിനിന്റെ കയ്യിലിരുന്ന പ്രാർത്ഥനാ പുസ്തകം താഴെ വീണു. ഹലോ, വീണ്ടും നിങ്ങളോ? എടി, ഞാൻ മനഃപൂർവ്വം വന്നിടിച്ചതല്ലോ. ഇന്നലെ ജ്യൂസ്, ഇന്നിതും. അപ്പൊ നാളെന്താ പരിപാടി എന്ന് കൂടി പറയട്ടെ? തമാശ പറയണ്ട. ശരി, പറയുന്നില്ല. ജെയിൻ താഴെ വീണ പുസ്തകം എടുക്കാൻ കുനിഞ്ഞു. അതേസമയം ഡെറിക്കും കുനിഞ്ഞു. രണ്ടുപേരുടെയും തല കൂട്ടിയിടിച്ചു. അയ്യോ, എന്റെ കർത്താവേ. ഡെറിക്ക്, നീ ഒരു സാധനം തന്നെയാ. നീ മിണ്ടാതില്ലടാ. ഡെറിക് പുസ്തകം എടുത്ത് ജെയിനിന് കൊടുത്തു. ഇതാ. താങ്ക്സ്. ഓഹോ, ഇന്ന് നന്ദിയൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഇന്ന് അധികം ചൊല്ലിട്ടില്ലല്ലോ. എനിക്ക് നല്ല സ്വഭാവമൊക്കെ ഉണ്ട് വച്ചേ. ഇത് ഞാൻ ഇനിയും കണ്ടിട്ടില്ല. കണ്ടോളൂ. കാണാം. അതും പറഞ്ഞ് ജെയിൻ നടന്നു. പക്ഷേ 2 സ്റ്റെപ്പ് പോയിട്ട് അവൾ തിരിഞ്ഞു നോക്കി. ഡെറിക് അപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ ജെയിൻ പെട്ടെന്ന് നോട്ടം മാറ്റി.
കുരിശിങ്ങൽ വീട്ടിൽ. ജെയിനെ വൈകിട്ട് എസ്റ്റേറ്റിലോട്ട് പോകുന്നു. പോകാം റോസാമച്ചി. ഡെറിക്കെ എസ്റ്റേറ്റ് പോയിട്ട് വാ. ഞാൻ ഒറ്റയ്ക്കോ? അതെ. അല്ല, ലണ്ടൻ കൊച്ചു അവിടേക്ക് പോകുന്നുണ്ടെന്ന് കേട്ടു. എന്നെ നോക്കണ്ട, നാട്ടില് വാർത്ത വിളിക്കില്ല. എസ്റ്റേറ്റിലെ വഴിയിലൂടെ ജെയിൻ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു. ചുറ്റും റബ്ബർ മരങ്ങളും തണുത്ത കാറ്റും. അവൾ ഫോണിൽ ഫോട്ടോ എടുക്കുന്നതിനിടെ പിന്നിലേക്ക് നടന്നു. പെട്ടെന്ന് ഒരു കുഴിയിലേക്ക് വീഴാൻ പോയി. ഒരു കൈ അവളുടെ കയ്യിൽ പിടിച്ചു. ഓ, ഇങ്ങനെയാണോ നടക്കുന്നത്? ഞാൻ കണ്ടില്ല. അത് മനസ്സിലായി. ഞാൻ നോക്കിക്കോളാം. അല്ലേലും നിനക്ക് ആരുടെയും സഹായം വേണ്ടല്ലോ. വീണ്ടും തുടങ്ങി. ഞാൻ സത്യം പറഞ്ഞതാ. കുറച്ചു നേരം രണ്ടുപേരും മിണ്ടാതെ നടന്നു. ജെയിൻ, എന്താ? നിനക്ക് കേരളം ഇഷ്ടായോ? സത്യമായിട്ട് പറഞ്ഞാൽ ഇഷ്ടമായി. കാഞ്ഞിരപ്പള്ളി? അതും ആളുകൾ? ചില ആളുകളെ ഇഷ്ടമായി. ചില ആളുകളെയോ? അപ്പോഴാണ് മഴ പെയ്യാൻ തുടങ്ങിയത്. ആദ്യം ചെറിയ തുള്ളികൾ, പിന്നെ ശക്തമായ മഴ. രണ്ടുപേരും അടുത്തുള്ള ഒരു ഷെഡിലേക്ക് ഓടി. മഴ പുറത്തേക്ക് ശക്തമായി പെയ്യുകയായിരുന്നു. അകത്ത് ഡെറിക്കും ജെയിനും മാത്രം. ആദ്യമായി രണ്ടുപേർക്കുമിടയിൽ നിശബ്ദത അസ്വസ്ഥമല്ലായിരുന്നു. பாதி ஜீவன் கொண்டு தேகம் வாழ்ந்து வந்ததோ நீதி ஜீவன் என்னை பார்த்த போது வந்ததோ ஏதோ சுகம் உள்ளூருதே ஏனோ ജെയിൻ, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കും. ഈ ആദ്യ ദിവസം മുതൽ എന്നെ എത്ര കലിപ്പോടെ നോക്കുന്നത് എന്തിനാ? കാരണം നിനക്ക് ഭയങ്കര ജാടയാ. ഓഹോ. അതെ. എന്നിട്ടെന്താ? ജാടയുള്ളവൻ എങ്ങനെ നോക്കി നിൽക്കാറുണ്ടോ? ഞാൻ എപ്പോഴാ നോക്കുന്നത്? അയ്യടാ, ഞാൻ കണ്ടില്ലെന്ന് വിചാരിച്ചോ? നിനക്ക് തോന്നിയതാവും. അല്ല കൊച്ചേ, ഞാൻ കണ്ടതാ. അവൾ പുറത്തേക്ക് നോക്കി. മഴ പിന്നെയും ശക്തമായി. பாதி ஜீவன் கொண்டு தேகம் வாழ்ந்து வந்ததோ நீதி ஜீவன் என்னை பார்த்த போது வந்ததோ ஏதோ சுகம் உள்ளூருதே ஏனோ மனம் தள்ளாடுதே ஏதோ சுகம் உள்ளூருதே ஏனோ மனம் தள்ளாடுதே ഡാ, എവിടെയാ? എസ്റ്റേറ്റില് ഒറ്റയ്ക്കാണോ? അല്ല. ആഹാ, ലണ്ടൻ വെച്ചുണ്ടോ? നിനക്ക് വേറെ പണിയില്ലേ? ഇല്ല. ഡെറിക് ഫോൺ കട്ട് ചെയ്തു. കുറച്ചു കഴിഞ്ഞ് മഴ കുറഞ്ഞു. രണ്ടുപേരും വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. റോഡ് ചെളി നിറഞ്ഞിരുന്നു. ഈ വഴിയൊക്കെ ദിവസം പോകാറുണ്ടോ? അതെ. ലണ്ടനിൽ ഇങ്ങനത്തെ വഴികളില്ല. അവിടെ റബ്ബർ തോട്ടവും ഇല്ല. അയ്യോ. പെട്ടെന്ന് അവളുടെ കാലുകൾ വഴുതി. വീഴാൻ പോയ അവളെ ഡെറിക് പിടിച്ചു. ഒരു നിമിഷം രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി. സൂക്ഷിച്ച് നടക്കടോ. താങ്ക്സ്. ഡെറിക് എവിടെ? എസ്റ്റേറ്റ് പോയതോ? അമ്മച്ചി, ഡെറിക്ക് ഒറ്റക്കല്ല പോയത്.
പിന്നെ കുരിശുങ്ങൾ ജെയിൻ കൊച്ചുണ്ടായിരുന്നു. അച്ചായന് പ്രായമായല്ലോ. ജെയിൻ തന്റെ മുറിയിൽ ഫോണിൽ ഇന്നെടുത്ത ഫോട്ടോകൾ നോക്കുകയായിരുന്നു. അറിയാതെ ഒരു ഫോട്ടോയിൽ ഡെറിക് നിൽക്കുന്നത് അവൾ കണ്ടു. അവൾ ചിത്രം സൂം ചെയ്തു. ചെറുപുഞ്ചിരി. അതേസമയം ഡെറിക് തന്റെ മുറിയിൽ. എന്താ ഫോണിൽ നോക്കി ചിരിക്കുന്നേ? ഞാനോ? അതെ, ഒന്നുമില്ല. കുരിശുങ്ങൾ ജെയിനാണോ? ആ, ഒന്നുമില്ല. ഡെറിക് ഒരു തലയണ എടുത്ത് ജെറിന് നേരെ എറിഞ്ഞു. പക്ഷേ ആ രാത്രി ആദ്യമായി ഡെറിക്കും ജെയിനും ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരേ ചിന്തയായിരുന്നു മനസ്സിൽ. ഇന്നത്തെ ദിവസം എന്തോ സ്പെഷ്യലായിരുന്നു. പാലക്കൽ തറവാട്ടിൽ എല്ലാവരും തിരക്കിലായിരുന്നു. മറിയാമ്മച്ചിയുടെ പിറന്നാൾ ആഘോഷം. ബന്ധുക്കൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരുന്നു. ഡെറിക് ഡൈനിങ് ഹാളിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ അമ്മ ലിസി അടുത്തു വന്നു. ഡെറിക്, എന്താ അമ്മച്ചി? ഇന്ന് എസ്റ്റേറ്റിലൊക്കെ പോയിരുന്നു എന്ന് കേട്ടല്ലോ. അതെ. ഒറ്റക്കല്ലായിരുന്നല്ലോ. അമ്മച്ചിക്ക് ഇപ്പൊ നാട്ടിലെ ന്യൂസ് ചാനൽ ആരാ? ഈ വീട്ടിലെന്ത് നടന്നാലും ഞാൻ അറിയും മോനെ. സൂക്ഷിച്ചോ, അമ്മച്ചിയുടെ CID കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നീ മിണ്ടാതിരിയടാ. എന്റെ അമ്മച്ചി മഴ പെയ്തപ്പോ അവിടെ കുടുങ്ങിപ്പോയതാ. അതെ അതെ, മഴ മാത്രം. അല്ലാതെ എന്താ? എനിക്കൊന്നും അറിയത്തില്ലേ. അമ്മച്ചി ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട. ഞാനൊന്നും ആലോചിക്കുന്നില്ല. പക്ഷേ കുരിശുങ്ങളെ കുറിച്ച് നല്ല കുട്ടിയാണെന്ന് തോന്നുന്നു. ഡെറിക് ഒന്നും പറയാതെ എഴുന്നേറ്റ്. അയ്യടാ, മുഖം കണ്ടാൽ അറിയാം. എന്തറിയാം? നിനക്ക് വേണ്ടത്. ജെയിനെ, വൈകിട്ട് പാലക്കൽ വിട്ടു പോകണ്ടേ? പോകാം റോസാമച്ചി. എന്താ ഒരു ചിരി? ഞാൻ ചിരിച്ചോ? എടി കൊച്ചേ, ഞാൻ ഇന്നും കണ്ണു കാണുന്ന ആളാ. ജെയിൻ റോസാമച്ചിയുടെ കൂടെ അകത്തേക്ക് കയറി. ഡെറിക് മുറ്റത്ത് ബന്ധുക്കളോട് സംസാരിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു പെൺകുട്ടി കാറിൽ നിന്നിറങ്ങി ഓടി വന്നത്. അവൾ നേരെ ഡെറിക്കിനെ കെട്ടിപ്പിടിച്ചു. നീ എന്നെ മറന്നല്ലേടാ? ആരാ ഇത്? ഒന്ന് മാറടിപ്പിഷുക്കേ. മാറില്ല. അത് കണ്ടപ്പോൾ ജെയിനിന് എന്തോ കുത്തുപോലെ തോന്നി. അപ്പോഴേക്കും ലിസി അവളുടെ അടുത്തേക്ക് വന്നു. ജെയിൻ കൊച്ചേ, സുഖമായിട്ടിരിക്കുന്നു? സുഖം ആന്റി. അവളെ കണ്ടിട്ട് ഞെട്ടിയോ? അത് ആരാ? അത് ഞങ്ങൾ അങ്കിളിന്റെ മകളാ. ഓ. ജെയിൻ അറിയാതെ ശ്വാസം വിട്ടു. ലിസി അത് ശ്രദ്ധിച്ചു, പക്ഷേ ഒന്നും പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് ജെയിൻ മുറ്റത്ത് ഒറ്റ നിൽക്കുകയായിരുന്നു. ഡെറിക് അവളുടെ അടുത്തേക്ക് വന്നു. എന്താ കൊച്ചേ, മുഖം കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്ന? ഒന്നുമില്ല. അല്ലാലോ, ഞാൻ നോർമലാണ്. അപ്പൊ ക്രിസ്ത്യന് വന്നപ്പോ എന്തിനാ മുഖം വാടിയത്? എനിക്കെന്തിനു വാടണം? അതാ ഞാനും ചോദിക്കുന്നെ. നീ ആരെയാ കെട്ടിപ്പിടിക്കുന്നത്, ആരോടാ സംസാരിക്കുന്നത്, അതൊന്നും എന്റെ കാര്യമല്ല. അങ്ങനെയാണോ? അതെ. ശരി കൊച്ചേ. എന്താ ചിരി? ഡെറിക്, ആ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതാ എനിക്ക് കാണേണ്ടതും. ജെയിൻ പാലക്കൽ വീട്ടിലേക്ക് ഇപ്പോൾ സ്ഥിരം വരാൻ തുടങ്ങി. മറിയാമ്മച്ചിയും ലിസിയും അവളെ സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലെയായിരുന്നു കാണുന്നത്. ആ ദിവസം വൈകുന്നേരം ജെയിൻ പാലക്കൽ വീട്ടിലേക്ക് കയറുമ്പോൾ അകത്ത് ഭയങ്കര ബഹളം. മറിയാമ്മച്ചി, ഇവിടെ എന്താ, യുദ്ധമാണോ? അത് പാലക്കൽ വീട്ടിലെ പെൺപട എത്തിയതാ. അകത്തേക്ക് കയറിയ ജെയിൻ കണ്ടത് ഒരു പെൺകുട്ടി ഡെറിക്കിന്റെ പുറകെ ഓടുന്നു. ഡെറിക്ക്, ചായ, എന്റെ ഫോൺ എവിടെ? എനിക്കെങ്ങനെ അറിയാം? നീ എടുത്തതാ. തെളിവുണ്ടോ? നീ വീട്ടിൽ ജനിച്ചതാണ് തെളിവ്. ജെയിൻ കൊച്ചേ, ഇതാ ഞങ്ങളുടെ ഡയാന. ഓ, ഇതാണ് ലണ്ടൻ ചേച്ചി. ചേച്ചിയോ? അല്ലേ, എനിക്ക് ചേച്ചിയെ കണ്ടപ്പോ തന്നെ ഇഷ്ടമായി. അതേസമയം മുകളിൽ നിന്ന് മറ്റൊരു പെൺകുട്ടി ഇറങ്ങി വന്നു. ഡയാന, ഒന്ന് മിണ്ടാതിരിക്കുക. ഇത് ജസ്ന, ജെറിന്റെ അനിയത്തിയാ. അപ്പോ ഇതാണോ ദിവസവും കേൾക്കുന്ന ജെയിൻ? ആരാ ദിവസം പറയുന്നത്? നീയല്ലേ? ഞാനോ? അയ്യടാ, ഇന്നലെ പറഞ്ഞില്ലേ? ഡയാന ശബ്ദം മാറ്റി ഡെറിക്കിനെ അനുകരിച്ചു.
ആ ലണ്ടൻ കൊച്ചിന് കാഞ്ഞിരപ്പള്ളി ഇഷ്ടമായോ എന്തോ. വീട്ടുകാർ മുഴുവൻ ചിരിച്ചു. ജെയിൻ നാണിച്ച് താഴേക്ക് നോക്കി. ഡയാന, നിന്നെ ഞാൻ ശരിയാക്കും. അയ്യോ, പേടിയായി. ജെയിൻ ചേച്ചി, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കും. നിങ്ങളുടെ ഡെറിക്ക് ചാൻ എങ്ങനെ സഹിക്കുന്നത്? ഞാനും അത് ആലോചിക്കുന്നത്. ചെറുപ്പം മുതൽ ഇത് തന്നെയാ. അതെ, പണ്ടൊരു ദിവസം എന്നെ കുളത്ത് തള്ളിയിട്ടവനാ. നീ ആദ്യം എന്റെ സൈക്കിളിന്റെ ടയർ കാറ്റയച്ചതല്ലേ? അതിന് പ്രതികാരം. ജെയിൻ ചേച്ചി, സത്യം പറയട്ടെ, എന്താ നിങ്ങൾ രണ്ടുപേരെയും കണ്ട നല്ല മാച്ചാണ്. ആഹാ, ഒരേ ടൈമിംഗ് ആണല്ലോ. ഇങ്ങനെ പോയ രണ്ടുപേരും അടുത്ത ക്രിസ്മസിനും പ്രണയം അറിയില്ല. അതെ, രണ്ടിനും ഇഷ്ടമുണ്ട്, പക്ഷെ രണ്ട് മാഷിക്കാരാ. എന്നാ പിന്നെ നമുക്കൊന്ന് തള്ളിക്കൊടുക്കാം. നീ തള്ളിയ കല്യാണം നടക്കില്ല, യുദ്ധം നടക്കും. രാവിലെ തന്നെ എന്താ രണ്ടും കൂടെ കുസൃതി? ഇച്ചായനെ വിറ്റാൽ എത്ര കിട്ടുമെന്ന് നോക്കുമായിരുന്നു. അത് വാങ്ങാൻ ആരാ വരുന്നത്? കുരിശിന്റെ വീട്ടിലൊരാളുണ്ടല്ലോ. ഡെറിക് കയ്യിലിരുന്ന ബോട്ടിൽ എറിയാൻ നോക്കി. രണ്ടും ഓടി. ജെയിൻ ചേച്ചി, എന്താടി? എസ്റ്റേറ്റ് പോയാലോ? നമുക്ക് പോകാം. ജെയിൻ റെഡിയായി പുറത്തേക്ക് വന്നു. പക്ഷെ ഗേറ്റിന് പുറത്തെത്തിയപ്പോൾ ഡയാന ഫോൺ നോക്കി. അയ്യോ, എന്താ? എനിക്കൊരു പണി ഓർമ്മ വന്നു. ചേച്ചി പൊക്കോ, ഡെറിക്ക് ചാൻ അവിടെ ഉണ്ട്. ഞാനോ? ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കല്ല, ഡെറിക്ക് ചാൻ ഉണ്ടല്ലോ. അത് പറഞ്ഞ് ഡയാന സ്ഥലം വിട്ടു. എസ്റ്റേറ്റിൽ ജീപ്പിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. ജെയിൻ വരുന്നത് കണ്ടപ്പോൾ അവനൊന്ന് അതിശയിച്ചു. നീ എന്താ ഇവിടെ? ഞാനും അതാ ചോദിക്കാൻ വന്നത്. അപ്പോഴാണ് രണ്ടുപേർക്കും കാര്യം മനസ്സിലായത്. അപ്പൊ ഇനി എന്താ, വന്നതല്ലേ, കുറച്ച് നടക്കാം. ജെയിൻ, ലണ്ടനിൽ നിനക്ക് കേരളം മിസ് ചെയ്യാറുണ്ടോ? സത്യം പറഞ്ഞാൽ ഇല്ല. അതെന്നാ? കാരണം ഞാൻ കേരളത്തിൽ ജീവിച്ചിട്ടില്ലല്ലോ. ഇപ്പോ കുറച്ചിഷ്ടായി. കാഞ്ഞിരപ്പള്ളിയാണോ? കാഞ്ഞിരപ്പള്ളിയും പിന്നെ ചില ആളുകളെയും. ഓഹോ, ചില ആളുകളെയോ? അതെ. ആ ഭാഗ്യവാൻ ആരാണാവോ? നീ എന്തിനാ അറിയുന്നേ? വെറുതെ. വാവു, ഇവിടെ നല്ല ഭംഗിയാണല്ലോ. ഞാൻ ചെറുപ്പം മുതൽ വരുന്നതാ ഇവിടെ. നീ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു? ഇപ്പൊ ഉള്ളതിലും ശല്യം. അത് സാധ്യമാണോ? കൊച്ചെ, നീ ഇപ്പൊ നന്നായി കളിയാക്കാൻ പഠിച്ചല്ലോ. നിന്നെ കണ്ടുപഠിച്ചതാ. ഹലോ പ്രണയനായക. ഡയാന, വീട്ടിൽ വന്നിട്ട് നിന്നെ ഞാൻ കാണുന്നുണ്ട്. ജെയിൻ ചേച്ചി എടുത്തുണ്ടോ? ഉണ്ട്. അപ്പൊ ഫോൺ സ്പീക്കറിലിടും. വെക്കില്ല. ശരി, ചേച്ചിയോട് പറയ് എന്റെ പ്ലാൻ സൂപ്പറായിരുന്നല്ലോ. നിന്റെ അനിയത്തി ഭയങ്കര സാധനമാണല്ലോ. അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കണം. ഇരുവരും ചിരിച്ചു. പക്ഷെ അവർക്കറിയില്ലായിരുന്നു അവരെ ദൂരെ നിന്ന് ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. Lucky girl, she got married to a boy like you. She'd kick you out if she ever knew about all the you tell me that you do.